യുവഫ നാഷൻസ് ലീഗിന്റെ ഫൈനൽ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ കൺഫേംഡ്. ലമീൻ യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈനലായി പോയില്ലേ. ഏറ്റവും യങ്ങസ്റ്റ് ബെസ്റ്റ് പ്ലെയർ വേഴ്സസ് ഏറ്റവും ഓൾഡസ്റ്റ് ബെസ്റ്റ് പ്ലെയർ. 17 വയസ്സുള്ള ലമീൻ യമാലും 40 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ളൊരു ഫൈനൽ. ആരായിരിക്കും ആ ഒരു മാച്ചിൽ വിജയിക്കുക? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് സെമി ഫൈനലായിട്ടുള്ള പോർച്ചുഗൽ വേഴ്സസ് ജർമ്മനി, ആ ഒരു മാച്ചിൽ ജർമ്മനിയിലാണ് മാച്ച് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ജർമ്മനിക്കൊക്കെ ആയിരുന്നു. പക്ഷേ അവർ 2-1 സ്കോറിന് പോർച്ചുഗലിനോട് പരാജയപ്പെട്ടു. ഫസ്റ്റ് വിഡ്സ് ജർമ്മൻ സ്ട്രൈക്കർ ആയിട്ടുള്ള വിഡ്സിന്റെ ഹെഡർ ഗോളിലോട് ജർമ്മനി മുന്നിലെത്തിയെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കാൻസിയാവോയുടെ ഒരു കിടിലം ഇൻഡിവിജ്വൽ ബ്രില്യൻ ഗോൾ, അത് ഒരു കിടിലം ഗോളായിരുന്നു. ആ ഒരു ഗോളിൽ പോർച്ചുഗൽ ഈക്വലൈസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ടാപ്പിനിലൂടെ മുന്നിലെത്തിച്ചു. അങ്ങനെ 2-1 സ്കോറിന് പോർച്ചുഗൽ ഫസ്റ്റ് സെമി ഫൈനലിൽ അങ്ങോട്ട് വിജയിച്ചു. ഞാൻ ഇതിൻ്റെ ഈ ഒരു നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ 2 ലെഗ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. 2 ലെഗ് ഉണ്ടെങ്കിൽ അടിപൊളിയായനല്ലേ ഈ ഒരു മാച്ച്, ഈ ഒരു സെമി ഫൈനൽ അടിപൊളിയായനെ. ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്, നമുക്കറിയാം സ്പെയിനും ഫ്രാൻസും രണ്ടാമത്തെ സെമി ഫൈനൽ 5-4 സ്കോറിന് സ്പെയിൻ വിജയിച്ച് അവർ ഫൈനലിലോട്ട് എത്തി. അതായത് എച്ചാതി മാച്ചായിരുന്നു ഈ ഒരു സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്. എന്താ പറയുക, അങ്ങോട്ടടിക്കുന്നു തിരിച്ചടിക്കുന്നു അങ്ങനത്തെ ഒരു മത്സരം. ഫസ്റ്റ് ഹാഫിലൊക്കെ കംപ്ലീറ്റ് ഒരു സ്പെയിനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അവർ ഫസ്റ്റ് നിക്കോ വില്യംസ്, ഒരു ലമീൻ യമാലിൻ്റെ ഒരു അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് നിക്കോ വില്യംസ് ആദ്യം ഒരു ഗോൾ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് മെറീഞ്ഞോ രണ്ടാമത്തെ ഗോൾ ഇട്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വീണ്ടും ലമീൻ യമാലിനെ ഫൗൾ ചെയ്തതിന് ഒരു പെനാൽറ്റി കിട്ടി. ലമീൻ യമാൽ അത് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പെഡ്രി ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ലമീൻ യമാൽ തന്നെ ഒരു ടാപ്പിലൂടെ അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എംബാപ്പെ ആദ്യം 4-0 എന്നുള്ള രീതിയിൽ ബാക്കിലായിരുന്നു ഫ്രാൻസ്. സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ സ്കോർ ചെയ്ത് സ്പെയിൻ മുന്നിലെത്തി. സെക്കൻഡ് ഹാഫിലോട്ടെത്തി. ഒരു 60 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്പെയിന് വീണ്ടും 2 ഗോളും കൂടി സ്കോർ ചെയ്തു. 4-0 എന്നുള്ള സ്കോറിന് ബാക്കിലായിരുന്നു ഫ്രാൻസ്. പിന്നെ എംബാപ്പേനെ ഫൗൾ ചെയ്തതിന് എംബാപ്പയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടി, അത് സ്കോർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രാൻസിൻ്റെ ഡെബ്യൂ മാച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഷെർക്കി, അദ്ദേഹം ഇനിയിപ്പോൾ സിറ്റിയിലോട്ടൊക്കെ പോകാൻ നിൽക്കുകയാണ് എന്ന് പറയുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്ന ഒരു സൈഡ് ബോളി. അങ്ങനെ 4-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. പിന്നെയാണ് ലമീൻ യമാൽ വീണ്ടും ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. അങ്ങനെ 5-2 ആയി. പിന്നെ അത് കഴിഞ്ഞ് സ്പാനിഷ് ഡിഫൻഡർ ആയിട്ടുള്ള വിവിയൻ്റെ ഒരു ഓൺ ഗോൾ, ആ ഒരു ഓൺ ഗോളിൽ 5-3 എന്നുള്ള സ്കോറായി. പിന്നെ അവസാനം എക്സ്ട്രാ ടൈമിൽ ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള കൊളുമോനിൻ്റെ ഒരു ഹെഡർ ഗോളും ഉണ്ടായിരുന്നു. അങ്ങനെ 5-4 എന്നുള്ള സ്കോറായി. നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതൊരു ക്ലാസിക് കംബാക്ക് ആയേനെ, ഒരു കിടിലം കളിയായേനെ ഇത്. പക്ഷേ തിരിച്ചു വന്നില്ല. സ്പെയിൻ 5-4 എന്നുള്ള സ്കോറിന് വിജയിച്ചു. സ്പെയിൻ ലമീൻ യമാൽ കളിയുടെ മുന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു മാച്ച് ബാലൻ ഡിയോറിന് ഡിസൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു മാച്ചിൽ വിജയിക്കുക. 2 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തു. ലമീൻ യമാൽ വെറുതെ വായിടുന്ന ഒരാളല്ല. തൊള്ളിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിൽ ചെയ്യും. അതാണ് ലമീൻ യമാലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലമീൻ യമാലിൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു. സോ അങ്ങനെ യുവഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ ഈ ഒരു മാച്ച് ആയിരിക്കും. സോ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു സീസണിലെ യുവഫ നാഷൻസ് ലീഗിൻ്റെ ചാമ്പ്യൻസ് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.